സർ 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ കേരളം ഞടുങ്ങിയതായിരുന്നു സർ. സർ മുഖത്ത് 41 വെട്ടായിരുന്നു TP ചന്ദ്രശേഖരൻ ഏറ്റത്. സർ അന്ന് കോഴിക്കോട് സെഷൻസ് കോടതിയുടെ വിധി നാരായണ പിഷാരടിയുടെ ഒരു വിധി ഞാൻ വായിക്കാം. The murder of this case was cold-blooded, pre-planned and brutal. The motive of the crime was not any personal enmity. Manner in which the murder was committed reveals extreme depravity. The action of the accused not only was inhuman, but ruthless, barbaric, and it shocked not only the judicial conscience, but the collective conscience of the society. സമൂഹത്തിന്റെ മൊത്തം മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവത്തെ പറ്റിയാണ് സാർ കോടതി പറഞ്ഞത്. സർ, നമ്മൾ ആലോചിക്കണം, ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് നൽകിയത്? സുപ്രീം കോടതി വരെ പോയി. TP കേസിലെ 10 കുറ്റവാളികൾ 3 പേർക്ക് 1000-ലധികം ദിവസങ്ങൾ പരോൾ കൊടുത്തു സാർ ഈ ഗവൺമെന്റ്. KC രാമചന്ദ്രൻ 1081. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ്. KC രാമചന്ദ്രൻ 1081 ദിവസം, ട്രൗസർ മനോജിന് 1061 ദിവസം, അണ്ണൻ സജിത്തിന് 1078 ദിവസം. ഏകദേശം ഈ കൊലപാതകികൾ 3 വർഷം പുറത്തായിരുന്നു. എന്താണ് പറഞ്ഞത്? ടൈം ടു സ്പെൻഡ് വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ്. TP ചന്ദ്രശേഖരന് ഫാമിലി ഇല്ലായിരുന്നു സർ. ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് 3 വർഷം പരോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം. സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? കൊലപാതകം നടത്തിക്കൊള്ളുക, ഗവൺമെന്റിൽ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം ലഭിക്കും. കാപ്പ കേസിലെ പ്രതിയെ പത്തനംതിട്ടയിൽ മാലയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി സർ. സർ, നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ PP ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു. കൃപേഷ് ശരത്ലാലിനെ കൊലപാതകത്തിന് ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം.